ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ടല്ലോ. ഞാൻ പ്രായമായവരോടൊന്നും പറയത്തില്ല, എന്നെമാതിരിയുള്ള എൻ്റെ കാറ്റഗറിയിലുള്ളവരോടൊക്കെ കുറച്ചൊരു ജീവിതാനുഭവങ്ങളൊന്ന് പങ്കുവെക്കുക. എനിക്ക് നല്ലതെന്ന് തോന്നിയത്, നമുക്ക് ഈ ഓർമ്മശക്തി കുറയും. നമ്മളതെവിടെ വെച്ചു, ഇതെവിടെ വെച്ചു, ചാവി എവിടെ വെച്ചു, കിച്ചണിൽ പോയാൽ കത്തി എവിടെ വെച്ചു, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളിങ്ങനെ തേടി സമയം കളയും. അത് നമുക്ക് അൾസിമേഴ്സ് ഒന്നുമല്ല. നമ്മളിങ്ങനെ എനിക്ക് അൾസിമേഴ്സ് ആയി എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ആ ബ്രെയിൻ ഷ്രിങ്ക് ആവുന്നതോ എന്തോ നമ്മുടെ ആ നേച്ചറാണ്, പ്രകൃതിയുടെ അല്ലെങ്കിൽ ശാരീരികമായ ബലഹീനതകളൊന്നും പറയാൻ പറ്റത്തില്ല. അത് നമ്മുടെ നേച്ചർ, ആ ബ്രെയിൻ ഷ്രിങ്ക് ആകുന്നതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ റിതം എന്നൊക്കെ പറയത്തില്ല, അതൊക്കെയാണ്. അത് നമ്മളതിനെ ഒന്നും നൈസായിട്ടൊക്കെ വിടുക. നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. അയ്യോ അത് കാണാതെ പോയി, അയ്യോ കണ്ടില്ലേ, എനിക്ക് അൾസിമേഴ്സ് തന്നെ, അങ്ങനെയല്ല. നമ്മളത് ഓർക്കാൻ ശ്രമിക്കുക. നമ്മളിന്ന് രാവിലെ എവിടെ വെച്ചു, അതെവിടെ വെച്ചു, ഒരു കത്തി ഞാൻ രാവിലെ പച്ചക്കറി അരിഞ്ഞിട്ട് അതെവിടെ വെച്ചേ, അല്ലെങ്കിൽ ഒരു ചാവി ഞാൻ വണ്ടി വെച്ച് എവിടെ വെച്ചേ, അങ്ങനെ നമ്മൾ ഓർത്ത് കണ്ടെത്താൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ മാക്സിമം ഒരേ ഇടത്ത് വെച്ചാൽ ഇന്ന സ്ഥലത്ത് ഇന്നടത്ത്, അത് ഇന്ന സ്ഥലം, അതിനെ പർട്ടിക്കുലർ ആ പ്ലേസിലാണെങ്കിൽ അത് നമ്മൾ മറക്കത്തില്ല, അവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കും. പക്ഷേ നമ്മളത് അൾസിമേഴ്സായി, എനിക്ക് അങ്ങനെയായി, എനിക്ക് ഡിമെൻഷനാന്ന് പറഞ്ഞ് നമ്മൾ ചുമ്മാ അങ്ങനെ അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല. അത് നമുക്ക് പ്രായമല്ല, അത് നമ്മുടെ ഒരു ബ്രെയിനിൻ്റെ ഒരു ഇതാണെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അത് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ നടക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാലിന് സ്പീഡ് കുറയുന്നു, നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി നടക്കാൻ പറ്റുന്നില്ല. അയ്യോ ഞാനിപ്പോൾ താഴെ വീഴും, എൻ്റെ കാലിന് ബലം കുറഞ്ഞു, എനിക്ക് എൻ്റെ കാല് പാരലൈസായി പോയി, എൻ്റെ പേശിക്കാണ് സംഭവിച്ചു, അതിനിപ്പോൾ ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോകണം, അതിന് എക്സ്റേ എടുക്കണം, അതിന് സ്കാൻ ചെയ്യണം, അതിന് MRI ചെയ്യണം, ഇതിലൊന്നും ആവശ്യമില്ല. അതും നമ്മുടെ പ്രായത്തിൻ്റെ ആ പേശികളൊക്കെ കുറച്ച് ബലക്ഷയം വരും. എന്തായാലും ഒരു പച്ചില, ഒരു ഇല, ഒരു കിളുത്ത് വരുമ്പോൾ ആ ഇല വഴുക്കും വെളുക്കും, അങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ. ആ നിയമം നമ്മളനുസരിച്ചേ പറ്റൂ. നമ്മളേതായാലും ജനിച്ച ഒരു ദിവസം നമ്മൾ മരിക്കണം, അതനുസരിച്ചേ പറ്റൂ. പ്രായമായിക്കൊണ്ടേ ഇരിക്കും, അത് നമ്മളനുസരിച്ചേ പറ്റൂ. പക്ഷേ നമ്മൾ രാവിലെയും വൈകുന്നേരം കുറച്ച് നടക്കുക, ആ പേശികൾക്കൊക്കെ കുറച്ച് ഓയിൽ മസാജ്, ചില ഹോട്ട് മസാജ്, അതൊക്കെ കൊടുത്ത് കുറച്ച് നേരമൊക്കെ നടക്കുക, കാലിനൊക്കെ കുറച്ച് എക്സസൈസൊക്കെ ചെയ്യുക. അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. അല്ല നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി അത് ചെയ്തു, ഇത് ചെയ്തു, MRI സ്കാൻ ചെയ്തു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അയ്യോ എനിക്കത് പറ്റി, ഇത് പറ്റുന്നതിൻ്റെ ആവശ്യമേ ഇല്ല. കുറച്ചൊക്കെ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കും. അതുപോലെ എനിക്കുമുണ്ട് ഉറക്കക്കുറവാണ്, ഉറങ്ങത്തില്ല. ഈ ഉറക്കക്കുറവാന്ന് പറഞ്ഞിട്ട് പകൽ കിടന്നുറങ്ങുന്നവരുണ്ട്. ഞാൻ മാക്സിമം ഉറങ്ങാതിരിക്കാൻ നോക്കും കേട്ടോ. പകൽ ഉറങ്ങിയിട്ട് നമുക്ക് രാത്രി ഉറക്കം വരട്ടെ. പകൽ മാക്സിമം നമ്മൾ ഉറങ്ങാതിരിക്കാൻ നോക്കുക. അല്ല ഉച്ചയ്ക്ക് ഒരു ചെറിയൊരു നാപ്പ്, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ്, അതും മാക്സിമം കിടക്കാതിരിക്കാൻ നോക്കണം. നമ്മൾ രാത്രി നമ്മുടെ റൂട്ടീൻ ലൈഫ് അതിൻ്റെ ശരി, അങ്ങനെയായാൽ നമ്മൾ രാത്രിയിൽ ഉറങ്ങും. അതിന് ഉറക്കക്കുറവായതുകൊണ്ട് എനിക്കിങ്ങനെയാണ്, ഞാൻ സ്ലീപ്പിംഗ് പിൽസ് വാങ്ങിക്കണമേ, എനിക്ക് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചാൽ ഉറക്കം വരത്തുള്ളതൊന്നുമില്ല. നമ്മൾ സ്ലീപ്പിംഗ് പിൽസിന് ഒന്നും അടിമയാകരുത്. അതൊക്കെ അതിന് അഡിക്ഷനായി പോകരുത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ആ ദിനചര്യ രാത്രി സന്ധ്യയ്ക്ക് കുളിച്ചു, ചൂടുവെള്ളത്തിൽ കുളിച്ചു, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചൂട് പാല് കുടിച്ചു. ഈ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് പാല് കുടിച്ചാൽ നല്ലതായിട്ട് ഉറക്കം വരും. ഒരു ഗ്ലാസ് ചൂട് പാല് കുടിച്ചു, രാത്രി പ്രാർത്ഥിച്ചു, എന്തെങ്കിലുമൊക്കെ വായിക്കാനുള്ളതൊക്കെ വായിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ വിളിച്ചുകൊണ്ട് കിടന്നുറങ്ങിയാൽ നമ്മൾ ഉറങ്ങും. അത് ആ റൂട്ടീൻ ലൈഫ് വെക്കണം. ഒരേ സമയത്ത് ഉറങ്ങുക, ഒരേ സമയത്ത് എഴുന്നേൽക്കാന്ന് വെച്ചാൽ അത് നടക്കും. അതുപോലെ നമ്മുടെ ശരീരമൊക്കെ വേദനിക്കുന്നതോ, എനിക്ക് നാടിയൊക്കെ ദുർബലമായി പോയി, എനിക്കങ്ങനെ ഒന്നും ആവശ്യമില്ല. എന്തെങ്കിലുമൊക്കെ മസാജ് ചെയ്യുകയോ, ഹോട്ട് വാട്ടർ കുളിക്കുകയോ, ഹോട്ട് വെക്കുകയോ, നമ്മുടെ ഈ ഇതില്ലേ ഹോട്ട് വാട്ടർ ബാഗ്, അതിലൊന്ന് ചൂട് വെക്കുകയോ, അങ്ങനെയൊക്കെ ചെയ്താൽ അതൊക്കെ നമുക്ക് പ്രായമായതിൻ്റെ. നമ്മളിതിനൊന്നും ആശുപത്രിയിൽ പോക്കും, അത് പോക്കും ഇത് പോക്കും വെറുതെ കുറച്ച് ചിലവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജീവിക്കുന്നിടത്തോളം സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കുക, ദൈവത്തെ വിളിച്ച് ജീവിക്കുക. പിന്നെ ആരിൽ നിന്നും നമ്മളൊന്നും പ്രതീക്ഷിക്കരുത്. അയ്യോ എനിക്ക് അവരത് തന്നില്ലേ, എനിക്ക് ഇവർ തന്നില്ലേ, അവർ തന്നില്ലേ, ഇവർ തന്നില്ലേ, ഞാൻ തരുമെന്ന് പ്രതീക്ഷിച്ചു, അവരൊന്നും തന്നില്ല. നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര നെഗറ്റീവായി പോകും. അങ്ങനെ പ്രതീക്ഷിക്കരുത്. ദൈവം തന്ന ജീവിതം സന്തോഷത്തോടെ ജീവിക്കുക. രാവിലെ ദൈവത്തെ സ്തുതിക്കുക, വൈകിട്ട് ദൈവത്തെ സ്തുതിക്കുക, ആരോഗ്യത്തോടെ ജീവിക്കുക. എല്ലാം ശരിയാകും. എല്ലാം നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസം, എല്ലാം നല്ലതിന്, എല്ലാം നല്ലതായിട്ട് നടക്കും. ദൈവം നടത്തി തരുമെന്ന് വിശ്വസിക്കുക. പിന്നെ എൻ്റെ തമ്പുരാൻ, എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ, ഞാൻ വിളിക്കുന്നവനും വിശ്വസ്തൻ. അങ്ങനെ ഒരു കോൺഫിഡൻറ്റ് വേണം. എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ, ഞാൻ വിളിക്കുന്നവനും വിശ്വസ്തൻ. എൻ്റെ രക്ഷകൻ, എന്നെ ആര് നിർമ്മിച്ചോ, ഈ അപ്പൻ്റെ അമ്മയുടെയും കഥയല്ലേ ഞാൻ പറയുന്നത്. എന്നെ നീ വയറ്റിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ അറിഞ്ഞൊരു ദൈവമുണ്ട്. ആ ദൈവം അറിയാതെ നമ്മുടെ ഒരു മുടി പോലും പൊഴിയത്തില്ലെന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ജീവിക്കാം. എന്തോ ആണെങ്കിലും എൻ്റെ ദൈവം കാത്തുകൊള്ളും, എൻ്റെ ദൈവം കൂടെയുണ്ട്. അങ്ങനെ ആ ഉറച്ചൊരു വിശ്വാസത്തോടെ നമുക്ക് ജീവിച്ചാൽ നമുക്ക് ദൈവം തന്നേക്കുന്ന ആയുസ്സ് ആരോഗ്യത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ
ജീവിക്കാൻ കഴിയും. നമ്മുടെ സന്തോഷം നമ്മൾ മാത്രം, വേറൊരാളല്ല. വേറൊരാൾ നമുക്ക് സന്തോഷം തന്നിട്ട് നമ്മൾ സന്തോഷപ്പെടാമെന്ന് ആഗ്രഹിക്കരുത്. നമ്മൾ തന്നെ നമ്മുടെ സന്തോഷം കണ്ടെത്തുക. താങ്ക് യു.